പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എണ്ണ കൊണ്ടുള്ള ഒരു കളിയാണ്. 1.5 ലിറ്റർ വെളിച്ചെണ്ണ തലയിലുണ്ട്. അത് വെച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴേക്കും ആധാർ കാർഡ് ഫോട്ടോ പോലെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് മുടിയിലൊന്നും ചെയ്യുന്നില്ല. ഫേസിൽ ഇതേപോലെ ടോണറൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ സീറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഡോക്ടർ ഷെറ്റ്സിൻ്റെ സെൻറ്റില ആൻഡ് 10% നിയാസനമായിട്ട് ഫേസ് സീറമാണ്. ഇത് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഇറിറ്റേഷൻസ് ഒക്കെ കാം ചെയ്യാൻ വേണ്ടിയിട്ടും ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആക്നെ മാർക്സ് മാറ്റാനും റെഡ്നെസ് മാറ്റാനും ഡിസ്കളറേഷൻ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടും കുറച്ചെടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. ഇതിൽ 10% നിയാസനമായിട്ടുണ്ട്. അതുകൊണ്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ഒരു 1000-1500 റേഞ്ച് വരുന്ന മോയ്സ്ചറൈസറാണ്. ഇച്ചിരി ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എനിക്കിങ്ങനെ നെഞ്ച് പടക്കും. പിന്നെ ഞാൻ ഇതൊരു പരീക്ഷണാർത്ഥം വാങ്ങിയതാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് വർക്കിംഗ് ആണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഡോക്ടർ ഷെറ്റ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ RESHS20 യൂസ് ചെയ്യണമെങ്കിൽ 20% ഓഫ് കിട്ടുന്നതായിരിക്കും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. തലയിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മുടി കെട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആകത്തില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ട കിട്ടി ഗൈസ്. അതാണ് എൻ്റെ പെർമനന്റ് ഹെയർ സ്റ്റൈൽ. എണ്ണ ഉണ്ടെങ്കിൽ പിന്നെ വാവ എടുത്തിട്ട് പോകുമ്പോൾ അത് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി.